പീരിയഡ്സ് പെയിൻ അഥവാ മെൻസ്ട്രൽ പെയിൻ മിക്ക പെൺകുട്ടികൾക്കും ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. ഇതിൻ്റെ കാരണങ്ങളും ചില ഹോം റെമഡീസും അമിതമായിട്ടുള്ള പീരിയഡ്സ് പെയിൻ ഉള്ളവർ ഡോക്ടറെ കാണേണ്ട ആവശ്യകതയുണ്ടോ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്രൈൻ ലൈനിങ്ങിന്റെ ഷെഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഈ പീരിയഡ്സ് പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത്. പീരിയഡ്സിന്റെ പെയിന് എല്ലാ സ്ത്രീകളിലും വളരെ ഡിഫറെൻ്റ് ആണ്. ചിലർക്ക് വളരെ മൈൽഡായിട്ടുള്ള പെയിൻ ആയിരിക്കാം, കുറച്ച് സമയം കൊണ്ട് തന്നെ ആ വേദന മാറിപ്പോകുന്നതാണ്. ചില പെൺകുട്ടികൾക്ക് 3-4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ പെയിൻ നിലനിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് പീരിയഡ്സിന് മുന്നേയും ഒക്കെ ഈ പെയിൻ കണ്ടുവരാറുണ്ട്. ഓരോ പെൺകുട്ടികളിലും ഉണ്ടാകുന്ന പീരിയഡ്സ് പെയിൻ്റെ സിവിയാരിറ്റിയും ഡ്യൂറേഷനും വളരെ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റാത്ത വിധം ഫുൾ ഡേ തന്നെ റെസ്റ്റ് എടുക്കുന്ന രീതിയിലുള്ള വേദനകളും അനുഭവപ്പെടാറുണ്ട്. സോ ഇങ്ങനെ അനുഭവപ്പെടുന്ന ഈ പീരിയഡ്സ് പെയിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രൈമറി കോസും സെക്കൻഡറി കോസും ഉണ്ട്. പ്രൈമറി കോസിൽ നമുക്ക് യൂട്രസിൽ മറ്റു രോഗങ്ങളൊന്നും ഇല്ലാതെ യൂട്രൈൻ ഷെഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന ചെറിയതായിട്ടുള്ള വേദനയാണ് നമുക്ക് ഈ ഒരു പ്രൈമറി കോസസിൽ വരുന്നത്. സെക്കൻഡറി കോസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ട് നമുക്ക് യൂട്രസിൽ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ ഒരു സെക്കൻഡറി കോസിൽ നമുക്ക് പീരിയഡ്സ് പെയിൻ നമുക്ക് അനുഭവപ്പെടുന്നത്. രോഗങ്ങൾ എന്ന് പറയുമ്പോൾ യൂഷ്വലി PCOD പ്രോബ്ലംസ് ഉള്ളവർക്ക് ഇങ്ങനെ അനുഭവപ്പെടാറുണ്ട്. PCOD എന്ന് വെച്ചാൽ നമ്മുടെ യൂട്രസിൻ്റെ ഓവറീസിൽ നമുക്ക് സിസ്റ്റ് ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഈ ഒരു PCOD കണ്ടീഷൻ നമുക്ക് ഉണ്ടാകുന്നത്. സോ ഈ ഒരു PCOD ഇഷ്യൂസ് ഉള്ള കുട്ടികളിലും നമുക്ക് ഇത്തരം പീരിയഡ്സിൻ്റെ പെയിൻ നമ്മൾ കണ്ടുവരാറുണ്ട്. മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് അഡിനോമയോസിസ് ആണ്. അഡിനോമയോസിസ് എന്ന് പറയുന്നത് നമ്മുടെ യൂട്രൈൻ ലൈനിങ് യൂട്രസിൻ്റെ മസിൽസിൻ്റെ ഉൾഭാഗത്തേക്ക് വളരുന്ന കണ്ടീഷനാണ്. ഈ ഒരു കണ്ടീഷനുള്ള സ്ത്രീകൾക്കും നമുക്ക് ഇത്തരം പീരിയഡ്സ് പെയിനും വളരെ സിവിയർ ആയിട്ട് കണ്ടുവരാറുണ്ട്. അമിതമായിട്ടുള്ള ക്ഷീണവും തളർച്ചയും തലകറക്കവും വൊമിറ്റിങ്ങും ഒക്കെ ഇങ്ങനത്തെ കുട്ടികളിലും സ്ത്രീകളിലും നമുക്ക് കണ്ടുവരാറുണ്ട്. നെക്സ്റ്റ് ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ യൂട്രൈൻ ഫൈബ്രോയിഡിൻ്റെ കണ്ടീഷനുള്ളവർക്കും ഇത്തരം ഒരു പീരിയഡ്സ് പെയിനും വളരെ സിവിയർ ആയിട്ട് കണ്ടുവരാറുണ്ട്. മറ്റൊരു ഡിസീസ് കണ്ടീഷനാണ് നമ്മുടെ എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ യൂട്രൈൻ ലൈനിങ് നമ്മുടെ ശരീരത്തിന് മറ്റു ഭാഗങ്ങളിൽ വളരുന്ന കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് മറ്റു ഭാഗങ്ങളിൽ വളരുകയും അവിടെ നിന്നും നമുക്ക് ഈ പീരിയഡ്സ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയും അത് അവിടെ ആ ബ്ലീഡിങ് അവിടെ കെട്ടിക്കിടക്കുകയും കെട്ടിക്കിടന്ന രക്തം കട്ട പിടിക്കുകയും ഒരു സിസ്റ്റിക് ഫോം ആയിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതിനെയാണ് നമ്മൾ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ഈ കണ്ടീഷനിലൊക്കെ നമുക്ക് സിവിയർ ആയിട്ടുള്ള പീരിയഡ്സ് പെയിന് പെൺകുട്ടികൾ ഫേസ് ചെയ്യാറുണ്ട്. മറ്റൊരു കണ്ടീഷനാണ് നമുക്കൊരു പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. ഇങ്ങനത്തെ ഇൻഫെക്ഷൻസ് ഉള്ള കുട്ടികളിലും നമുക്ക് ഇത്തരം പീരിയഡ്സ് പെയിനും വളരെ സിവിയർ ആയിട്ട് കണ്ടുവരാറുണ്ട്. സാധാരണ ഒരു പ്രൈമറി കോസ് ഒക്കെയാണ്, ഒരു റെസ്റ്റ് ഒക്കെ എടുത്താൽ നമുക്ക് മാറുന്ന പീരിയഡ്സ് പെയിൻ ആണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണേണ്ട ആവശ്യകതയില്ല. മറ്റ് സെക്കൻഡറി കോസ് വളരെ സിവിയർ ആയിട്ടും നല്ല രീതിയിൽ റെസ്റ്റ് എടുത്താൽ മാറാത്ത കണ്ടീഷനും അഥവാ ഭയങ്കരമായിട്ടുള്ള തലവേദനയും തലകറക്കവും വോമിറ്റിങ്ങും ഈവൻ പെയിൻ കില്ലേഴ്സ് ഒക്കെ എടുത്താൽ തന്നെയും പെയിൻ മാറാത്ത ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ കാണേണ്ട ആവശ്യകതയുണ്ട്. മിക്ക പെൺകുട്ടികൾക്കും പീരിയഡ്സ് പെയിൻ വരുമ്പോൾ അവർ സാധാരണയായിട്ട് എടുക്കാറുള്ള ഒരു മെഡിസിനാണ് മെഫ്താൾ എന്ന് പറയുന്ന മെഡിസിൻ. 3-4 മെഫ്താളിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആ ഒരു ടാബ്ലറ്റ് ഒന്നും നമ്മൾ സ്ഥിരമായിട്ട് എടുക്കാൻ പാടുള്ളതല്ല. നമ്മൾ റീസെന്റ് ആയിട്ട് ചില റിപ്പോർട്ടുകളിൽ ഇങ്ങനത്തെ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നത് മൂലം പല സൈഡ് എഫക്റ്റുകളും ഉണ്ടെന്ന് നമ്മൾ റീസെന്റ് ആയിട്ട് നമ്മൾ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടതാണ്. സോ അതുകൊണ്ട് തന്നെ നല്ല സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ തരുന്ന മെഡിസിൻസ് മാത്രമേ നമ്മൾ എപ്പോഴും കഴിക്കുവാൻ പാടുള്ളൂ. സെൽഫായിട്ട് നമ്മൾ ഒരിക്കലും പോയിട്ട് ഇങ്ങനത്തെ ടാബ്ലറ്റുകൾ വാങ്ങിച്ച് നമ്മൾ കഴിക്കുവാൻ പാടുള്ളതല്ല. നമുക്ക് എന്തെങ്കിലും രോഗാവസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സിവിയർ ആയിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ആ രോഗാവസ്ഥ നമ്മൾ ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ സിവിയർ ആയിട്ടുള്ള വേദന നമുക്ക് കൺട്രോൾ ആവുകയുള്ളൂ. വീട്ടിൽ തന്നെ ചില ടിപ്സ് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോട്ട് ബാഗ് നമുക്ക് ലോവർ അബ്ഡോമിനലിലും അതുപോലെ തന്നെ ബാക്കിലും ഒക്കെ നമുക്ക് ജസ്റ്റ് കുറച്ചു നേരം വെക്കുമ്പോൾ തന്നെ നമുക്ക് ചെറുതായിട്ടുള്ള ഒരു റിലാക്സേഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുളിക്കുന്ന സമയത്ത് നമുക്ക് ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് നമുക്ക് മൈൽഡ് ആയിട്ടുള്ള നമുക്കൊരു റിലീഫ് നമുക്ക് ലഭിക്കുന്നതാണ്. റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ കുറച്ച് റെസ്റ്റ് ഒക്കെ എടുക്കുന്നത് നമുക്ക് കുറച്ച് നല്ലതായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പീരിയഡ്സ് പെയിൻ അമിതമായിട്ടുള്ള സമയത്ത് നമുക്ക് ജ്യൂസസ് നമുക്ക് കുടിക്കാവുന്നതാണ്. പൊമഗ്രാനൈറ്റിന്റെ ജ്യൂസ് കുടിക്കാവുന്നതാണ്, ഗ്രേപ്സിന്റെ ജ്യൂസ് കുടിക്കാവുന്നതാണ്, ചിക്കു ജ്യൂസ് നമുക്ക് കുടിക്കാവുന്നതാണ്. ഇതൊക്കെ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് ക്ഷീണമൊക്കെ കുറയ്ക്കുവാൻ നമ്മളെ സഹായിക്കുന്നതാണ്. മറ്റൊന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചി തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിക്കാം. ഉലുവ വെള്ളം കുടിക്കുന്നതും വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളവും കുടിക്കുന്നത് നമുക്ക് അമിതമായിട്ടുള്ള ബ്ലീഡിംഗ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ നമ്മളെ
സഹായിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് നമ്മൾ അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ്, അതുപോലെ തന്നെ ഓയിലി ഫുഡും ഡീപ്പായിട്ടുള്ള ഫ്രൈ ചെയ്തതും അധികം മസാലയുള്ളതും എരിവുള്ളതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. നല്ല ഫ്രൂട്ട്സും വെജിറ്റബിൾസും ലൈറ്റ് ആയിട്ടുള്ള ഫുഡും നമ്മൾ നന്നായിട്ട് കഴിക്കുക. ആരും ഫുഡ് കഴിക്കാതെ ഇരിക്കരുത്. നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനും എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നമുക്ക് ധാരാളമായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് കഴിക്കാവുന്നതാണ്. സോ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പീരിയഡ്സിന്റെ ഇഷ്യൂസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സഹായകരമാണ്. സിവിയർ ആയിട്ട് നമുക്കൊരു പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കുക. ചിലപ്പോൾ അവർ ചില ബ്ലഡ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ USG അബ്ഡോമിനൽ സ്കാനോ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതാണ്. സോ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് യൂട്രസിൽ എന്തെങ്കിലും നമുക്ക് അസുഖങ്ങളുണ്ടോ എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സിവിയർ ആയിട്ടുള്ള പീരിയഡ്സ് പെയിൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ചെറിയ ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.